വെൽക്കം ഈ ചെറിയ വ്ളോഗിലേക്ക്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ലേക്ക് മെക്ബ്രൈഡ് എന്നൊരു പാർക്കിലേക്ക്. കുറച്ച് കൊല്ലമായി അവിടെ പോകണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഇപ്പോഴാണത് സംഭവിച്ചത്. നല്ല സമ്മർ വെതറുള്ള ദിവസം. അന്ന് വൈകിട്ടായപ്പോൾ ഞങ്ങളവിടെ എത്തി. ഈ ഒരു സ്വിങ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെ നിന്നിരുന്ന് ആ ലേക്ക് ഒന്ന് കണ്ട് മുമ്പോട്ട് നടന്ന് നമ്മൾ ഈ വെള്ളത്തിൻ്റെ നടുക്ക് കൂടെയുള്ള പാതയിൽ കൂടെ പോകുമ്പോൾ ഒരു സ്പിൽവേ വാട്ടർഫാൾ ഉണ്ട് എന്ന് കണ്ടു. അവിടേക്കാണ് നടത്തം. പ്ലസൻറ്റ് വെതർ ആയതുകൊണ്ട് നല്ല സുഖമായിരുന്നു നടക്കാൻ. അധികമൊന്നുമില്ല, ചെറിയൊരു നടത്തം. വെള്ളത്തിൻ്റെ അടുത്ത് പോകാൻ പൊതുവേ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉള്ളത് കൊണ്ട് ഞാനത് കണ്ടതും നല്ല എക്സൈറ്റഡായി. പ്രത്യേകിച്ച് ചെറുതിലെ ഇതുപോലെ പരന്ന വെള്ളം കാണുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റ് തിരിച്ചു വന്ന പോലെ തോന്നി. അത് ചെന്നൊഴുകുന്ന ഭാഗമാണിത്. ഈ കാണുന്നതാണ് അതിൻ്റെ വേറൊരു ഭാഗം. എൻ്റെ ആഗ്രഹം സാധിച്ചു. വെള്ളത്തിൽ കൂടെ നടന്ന് വെറുതെ ഒന്ന് അൺവൈൻഡ് ചെയ്യാൻ, അത്രയേ ഉള്ളൂ. കുറച്ച് നേരം ആ പാറയിൽ ഞാനിരുന്നു. എൻ്റെ മുമ്പിൽ എൻ്റർടൈൻ ചെയ്യാനായിട്ടൊരു ഗോൾഡ് ഫിഞ്ച് കപ്പിൾ വന്നു. ബ്രൈറ്റായിട്ടുള്ള ഈ കളറുള്ളതാണ് മെയിൽ, മറ്റേത് ഫീമെയിൽ. നമ്മുടെ ഗാർഡനിൽ സ്ഥിരം വരുന്ന ഒരു ടൈപ്പ് കിളിയാണ് ഈ ഗോൾഡ് ഫിഞ്ച്. ഇവർക്ക് ഫീഡ് ചെയ്യാനാണ് ഞാൻ തിസിൽ സീഡ് വാങ്ങിക്കുക. ആ വെള്ളത്തിൻ്റെ ശബ്ദത്തിൽ ഇരിക്കുമ്പോൾ ഒട്ടും മടുത്തില്ല. കുറച്ച് നേരം ഇരിക്കാൻ തോന്നി. മനസ്സില്ലാ മനസ്സോടെ അവിടുന്ന് എണീറ്റു. പിന്നെ നടന്നു. ഈ വെള്ളം ചെന്ന് ചേരുന്ന ആ സ്ഥലത്തേക്ക്, ആ പാറയിൽ കുറച്ച് നേരം ഇരിക്കാൻ. സന്ധ്യാസമയമായതുകൊണ്ട് ഒട്ടും ചൂടില്ല. വെള്ളം നല്ല ശക്തിയായി തന്നെ ഒഴുകുന്നുണ്ടായിരുന്നു. നമ്മൾ പറയില്ലേ, ജീവിതം ഒരു പുഴ പോലെ, വെള്ളമൊഴുകുന്ന പോലെ എന്നൊക്കെ. തിരിച്ച് അതേ സ്വിങ്ങിൻ്റെ അങ്ങോട്ട് നടന്നു. അപ്പോൾ ഒരു സ്പീഡ് ബോട്ട് പോകുന്നു. അതിനൊന്ന് ചേസ് ചെയ്താലോ? ഞാനതിൻ്റെ പുറകെ പോയി. ആ സ്വിങ്ങിനോടും ആ പാർക്കിനോടും ബൈ പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. സൺസെറ്റ് നല്ല ഭംഗിയായിരുന്നു. അതും കണ്ട് അടുത്തൊരു കുട്ടി പാർക്കിലേക്ക്.
അതിനി വേറൊരു വീഡിയോയിലാവട്ടെ. ഇത്രയും കണ്ടതിനും എൻ്റെ കൂടെ ഈ യാത്രയിൽ പങ്കെടുത്തതിനും a big thank you. Take care and bye.